ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് ദിവസം മുന്നെയാണ് MG അവരുടെ വിൻസർ EV ഇറക്കിയത്. അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആയിരുന്നു. 13.5 ലാക്സ് മുതൽ 15.5 ലാക്സ് വരെയാണ് ആ വാഹനത്തിൻ്റെ 2-3 വേരിയൻസിൻ്റെ പ്രൈസിംഗ് വന്നിരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാമിലൊക്കെ വണ്ടി വാങ്ങാൻ പറ്റും. 9.99 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 11.99 ലാക്സ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് പോകുന്നത്. ഇതൊക്കെ കണ്ട് ടാറ്റയ്ക്ക് സഹിച്ചില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവർ നെക്സോൺ ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തു. സംഭവം പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ നെക്സോൺ EVയുടെ ഫേസ് ലിഫ്റ്റ് വന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ തന്നെ ടാറ്റ ഇതിൻ്റെ അകത്ത് പുതിയൊരു അപ്ഡേറ്റിൻ്റെ അകത്ത് പുതിയ 45 kWh ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കർവിൽ വരുന്ന അതേ ബാറ്ററി പാക്ക് തന്നെയാണ് ഇപ്പോൾ നെക്സോണിനും കൊടുത്തിരിക്കുന്നത്. കർവിൻ്റെ മീഡിയം റേഞ്ചിൽ 45ഉം ലോങ് റേഞ്ചിൽ 55 ആണല്ലോ. ആ 45 ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ പുതിയൊരു റെഡ് ഡാർക്ക് എഡിഷനും ടാറ്റ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഇൻറ്റീരിയറിലാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ കുറച്ച് ചെറിയ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഇതിൻ്റെ റെഡ് ഡാർക്ക് എഡിഷനിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ EV മാത്രമല്ല, ടാറ്റ ഇതിൻ്റെ CNG വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. അതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. ഞാൻ ലാസ്റ്റ് അതും പറഞ്ഞുതരാം. കാരണം അതിൻ്റെ പവറും അതുപോലെ സ്പെക്കും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ CNG ആയതുകൊണ്ട്. പ്രൈസൊക്കെ പറയാം. എന്തായാലും ഈ രണ്ട് മോഡൽസിൽ ഇപ്പോൾ CNG ആണെങ്കിലും അതുപോലെ ഇലക്ട്രിക് ആണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന വേരിയൻസിലെല്ലാം അവർ ടോപ്പ് എൻഡിൽ പാനറോമിക് സൺറൂഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അൾട്രാ വൈഡ് വോയിസ് അസിസ്റ്റഡ് പാനറോമിക് സൺറൂഫ് എന്നാണ് ടാറ്റ വിശേഷിപ്പിക്കുന്നത്. സംഭവം നമ്മൾ കർവിൽ കണ്ട ഏകദേശം ആ ഒരു സിമിലർ സൈസുള്ള സൺറൂഫ് തന്നെയാണ് അവരിപ്പം നെക്സോണിലും കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി പാനറോമിക് സൺറൂഫ് വെച്ച് കുറച്ച് മുന്നേ ടെസ്റ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോഴാണ് ലോഞ്ച് ചെയ്തത്. പിന്നെ പെട്രോൾ ഡീസൽ മോഡൽസിലൊന്നും അധികം വൈകാതെ തന്നെ ഇത് വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ പുതിയ അപ്ഡേറ്റഡ് വേരിയൻസ് ഇറക്കിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഉള്ള മോഡൽ പെട്രോൾ ഡീസലിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ വണ്ടി അവൈലബിൾ ആയിരിക്കും. ഈ സെഗ്മെൻറ്റിൽ എന്തായാലും ആദ്യമായിട്ട് പാനോറാമിക് സൺറൂഫ് കൊടുക്കുന്ന ടാറ്റ തന്നെയായിരിക്കും. അതിപ്പം CNGയിലും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ 45 kWh ബാറ്ററി പാക്കുള്ള മോഡലിൽ അവർ 4 വേരിയൻസ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ക്രിയേറ്റീവ് 45 ഉണ്ട്, ഫിയർലെസ് 45 ഉണ്ട്, എംപവേർഡ് 45 ഉണ്ട്, അതുപോലെ തന്നെ എംപവേർഡ് പ്ലസ് 45 ആണ് നമുക്ക് 4 വേരിയൻസ് വരുന്നത്. ബേസ് മോഡലാണ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവ് വരുന്നത്. ആക്ച്വലി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 40 kWh ബാറ്ററി പാക്ക്, അതായത് 40.5 kWh ബാറ്ററി പാക്കുള്ള ഒരു ലോങ് റേഞ്ച് മോഡലാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ക്രിയേറ്റീവ് എന്ന് പറയുന്നൊരു ബേസ് മോഡൽ ഇല്ലായിരുന്നു. അത് ഫിയർലെസ് മുതലായിരുന്നു ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രൈസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. ഞാനത് അവിടെ പറഞ്ഞുതരാം. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പുതിയതായിട്ട് നമുക്ക് ഈ പറയുന്ന പാനോറാമിക് സൺറൂഫ് മാത്രമേ അഡീഷണൽ എംപവേർഡ് പ്ലസ്സിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് JBLൻ്റെ ഓഡിയോ ട്യൂണിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കർവിൽ കണ്ട അതേ സാധനം തന്നെ. ഈ 45 kWhന്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് മോഡലിന് 13.99 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസ് മോഡലിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇത്രേ ഉള്ളൂ. 45 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് അഡീഷണൽ എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ എന്തായാലും ബേസ് മോഡലിൽ തന്നെ ഈ ഒരു ബാറ്ററി പാക്ക് കൊടുത്തുകൊണ്ട് അവർ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് ഈ പുതിയ ബാറ്ററി മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ നമുക്ക് ഫിയർലെസ് 45 ഉണ്ട്, 14.99 ലാക്സ്, എംപവേർഡ് ഉണ്ട് 15.99, എംപവേർഡ് പ്ലസ് ഉണ്ട് 16.99 ലാക്സ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓരോ വേരിയൻസ് തമ്മിൽ ആകെ 1 ലാക്കിന് ഡിഫറൻസേ ഉള്ളൂ. അതുപോലെ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു റെഡ് ഡാർക്ക് എഡിഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് ജസ്റ്റ് നിങ്ങൾ 20,000 റുപ്പീസ് അഡീഷണൽ കൊടുത്താൽ മതി. 17.19 ലാക്സ് ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാണുമ്പോഴല്ല, ബാക്കി വേരിയൻസിൻ്റെ കൂടെ പ്രൈസ് കാണുമ്പോഴായിരിക്കും. കഴിഞ്ഞ മാസം ടാറ്റ മൊത്തത്തിലുള്ള നെക്സോൺ EVയുടെ വേരിയൻസിൻ്റെ പ്രൈസിൽ ഒരു മിക്സപ്പ് നടത്തിയായിരുന്നു. കാരണം വിൻസർ EV തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊണ്ട് ടാറ്റ ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് തോന്നുന്നു. നേരത്തെ ഇതിൻ്റെ 30 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡൽ തന്നെ ഏകദേശം 14 ലാക്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി മീഡിയം റേഞ്ച് മോഡൽ, അതാണ് നമ്മുടെ 30.2 kWh വരുന്ന മോഡൽ. അതിപ്പോൾ 12.49 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാക്സിമം 14.79 ലാക്സ് വരെയാണ് പോകുന്നത്. അതുപോലെ തന്നെ സാധാരണ ലോങ് റേഞ്ച് 40.5 kWh, അതായത് ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ലോങ് റേഞ്ച് മോഡൽ എടുക്കുകയാണെങ്കിൽ 14.59 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 16.29 ലാക്സ് വരെയാണ് അതിൻ്റെ പ്രൈസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്. ലോങ് റേഞ്ച് 40.5 എന്ന് പറയുമ്പോൾ ചെറിയ ബാറ്ററി പാക്ക് ആണല്ലോ. നമുക്ക് പുതിയ തന്നിരിക്കുന്ന 45 ആണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 13.99 ലാക്സിൽ എങ്ങനെ ഈ പുതിയ വന്ന വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ റീസണാണ് വേരിയൻസ്. നമുക്ക് 40 kWh മോഡലുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫിയർലെസ് മോഡലാണ്. പക്ഷേ ഇതിപ്പോൾ ക്രിയേറ്റീവ് വേരിയൻറ്റിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി മീഡിയം റേഞ്ച് തന്നെ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവർ ഈ ക്രിയേറ്റീവ് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പുതിയ 45 വേരിയൻസിൽ എന്തെങ്കിലും പ്രൈസ് കട്ട് വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അത് രണ്ടും തമ്മിലുള്ളൊരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ടോപ്പ് എൻഡ് രണ്ടിൻ്റെ എംപവേർഡ് പ്ലസ് തന്നെയാണ്. 16.29 ലാക്സ് ആണ് 40 kWh മോഡൽ വരുന്നതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ അതേ സമയം 45 എടുക്കുകയാണെങ്കിൽ 16.99 ലാക്സ് വരെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കറക്റ്റ് 70,000 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആ 70,000 റുപ്പീസ് പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വെർത്താണ്. കാരണം മറ്റതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് വരുന്നത് 465 കിലോമീറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിന്
489 കിലോമീറ്റേഴ്സ് വരെ ഒരു അഡീഷണൽ റേഞ്ച് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് ക്ലെയിംഡ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 24 കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ C75 എന്ന് പറഞ്ഞൊരു റേഞ്ച് ഉണ്ട് ഇപ്പോൾ. അതായത് ഓൾമോസ്റ്റ് 75% പാസഞ്ചേഴ്സിനും അതായത് കസ്റ്റമേഴ്സിനും കിട്ടുന്ന റേഞ്ച്. അതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. കാരണം ഈ 45 കിലോമീറ്റർ വണ്ടി ഡെലിവറി അവരിപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. എന്തായാലും അതനുസരിച്ച് അവർ പറയുന്നത് 350 to 370 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് ഇതിന് റിയൽ ലൈഫിലും റേഞ്ച് കിട്ടും എന്നാണ്. അത് വലിയ മോശമില്ലാത്ത റേഞ്ചാണ്. കാരണം 40 കിലോമീറ്റർ വരുന്ന വണ്ടിക്ക് തന്നെ ഓൾമോസ്റ്റ് 280 to 320 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു നമുക്ക് റിയൽ ലൈഫിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഈ വാഹനത്തിന് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. പവർ ഫിഗേഴ്സിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന 145 PS പവറും അതുപോലെ തന്നെ 215 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ്. 0 to 100 ആക്സലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ വലിയ സൈസുള്ള ബാറ്ററി പാക്ക് വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത്. ബാക്കി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ നോക്കി, പ്രൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നോക്കി. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൽ അപ്ഡേറ്റ് വരുന്ന ചാർജിങ് സ്പീഡിൻ്റെ കേസിലാണ്. നേരത്തെ നമ്മുടെ നെക്സോൺ EVയിൽ 50 kWh വരെയൊക്കെയാണ് മാക്സിമം ചാർജിങ് സപ്പോർട്ട് ചെയ്തിരുന്നത്, ഫാസ്റ്റ് ചാർജിങ് DC ചാർജിങ് വരുമ്പോൾ. ഇതിൻ്റെ അകത്ത് പക്ഷേ 60 അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ മുകളിലേക്കുള്ള ചാർജേഴ്സിൽ സ്പീഡ് സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് ആ ഒരു അത്യാവശ്യം നല്ല സ്പീഡല്ല, 60ക്ക് മുകളിൽ കിലോവാട്ട് സൈസുള്ള ചാർജറിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 to 80% എത്താൻ 48 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. നേരത്തെ 56 മിനിറ്റ്സ് എടുക്കുമായിരുന്നു. അതും 56 മിനിറ്റ്സ് എടുത്തുകൊണ്ടിരുന്നത് 40 kWh മോഡലിനാണ്. ഇതിപ്പോൾ 45 kWh മോഡലായിട്ട് നമുക്ക് അതിനേക്കാൾ കുറവ് 48 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഭവമായ ടാറ്റയുടെ പുതിയ CNG നെക്സോണിലേക്ക് വരാം. പൊതുവേ നെക്സോണിൻ്റെ CNG കുറച്ച് കാലമായിട്ട് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി ഷോയിലൊക്കെ അവർ ഈ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും സാധാരണ ടാറ്റയുടെ ഇപ്പോഴത്തെ CNG വാഹനങ്ങൾ വരുന്ന പോലെ തന്നെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ബാക്കിൽ നമുക്ക് 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള CNG ടാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് വരുന്നില്ല. നോർമൽ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് 319 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. 350 ലിറ്റേഴ്സിൻ്റെ അടുത്തായിരുന്നു നോർമൽ നെക്സോണിലുണ്ടായിരുന്നു. അതായത് കാര്യമായിട്ട് ബൂട്ട് സ്പേസിൽ നമുക്ക് നഷ്ടമേ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സാധാരണ ഇതിലിപ്പോൾ ഒരു നോർമൽ CNG വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിൽ CNG ടാങ്കും കൂടെ വെച്ച് കഴിയുമ്പോഴേക്കും ബൂട്ട് സ്പേസ് ഓൾമോസ്റ്റ് ഒരു 60 to 70% ഫില്ലായി പോകും. ബാക്കിയാകെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ലഗേജിന് കിട്ടുള്ളൂ. ഈ ഇതുപോലത്തെ ഇത്രയും വലിയ സൈസുള്ള വണ്ടിയാണെങ്കിൽ. ചെറിയ ഹാച്ച് പാക്ക് ഒക്കെ ആണെങ്കിൽ മൊത്തം സ്പേസും പോകും. പക്ഷേ എന്തായാലും ഈ വാഹനത്തിൽ നമുക്കങ്ങനെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഇനി ഈവൻ പവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും 100 bhp പവറും അതുപോലെ 170 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് നിങ്ങൾ CNG മോഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വാഹനത്തിന് ഔട്ട്പുട്ട് വരുന്നത്. അതായത് നോർമൽ വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം 120 PS ആയിരുന്നു, 20 PS പവർ കുറഞ്ഞിട്ടുണ്ട്. ടോർക്ക് പക്ഷേ എക്സാക്ട്ലി സെയിം ആണ്, 170 ന്യൂട്ടൺ മീറ്റേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുള്ള CNG വണ്ടി നെക്സോൺ ആണ്. വേറെ വാഹനങ്ങളിലെല്ലാത്തിലും NA എഞ്ചിൻസിലാണ് CNG കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ പൊതുവെയുള്ള CNG എന്ന് പറയുമ്പം പെട്രോൾ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രയും സ്ലോ ആവാറില്ല. അതായത് CNGയുടെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് പെട്രോൾ ടു CNG വെച്ച് ചെയ്യുമ്പം ഇതുവരെ അവരുടെ NA എഞ്ചിൻസിൽ അങ്ങനെ അറിയാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ എന്താവും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സാധാരണ ഒരു NA എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ടർബോ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്മാർട്ടാണ് ബേസ് മോഡൽ വരുന്നത്. ടോപ്പ് എൻഡ് വരുന്ന ഫിയർലെസ് പ്ലസ് PS എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പാനോറാമിക് സൺറൂഫ് ഉണ്ട്, അതുകൊണ്ടാണ് PS എന്ന് പറയുന്നത്. 8.99 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14.59 lakhs വരെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. ഇതിനകത്ത് മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ വേരിയൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മാനുവൽ മോഡൽസിൻ്റെ മാത്രം പ്രൈസാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് അവർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ എന്തായാലും CNG മോഡൽസിൻ്റെ കാര്യത്തിൽ ബാക്കി കമ്പനികൾ ചെയ്യുന്ന പോലെ 1-2 വേരിയൻസിലൊന്നും ടാറ്റ ഒതുക്കിയിട്ടില്ല. എല്ലാ മോഡൽസിലും CNG കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. 60 ലിറ്റേഴ്സിൻ്റെ CNG ടാങ്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് പ്രഷർ അനുസരിച്ച് എന്തോരം അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി വരും എന്നുള്ളൊരു വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ക്ലെയിംഡ് മൈലേജ് 24 km/kg ആണ് അവർ പറയുന്നത്. അത് എത്രത്തോളം റിയൽ ലൈഫിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നോർമൽ പെട്രോൾ എഞ്ചിനുള്ള നെക്സോൺ അത്ര ഫ്യൂൽ എഫിഷ്യൻ്റ് ഒന്നും അല്ല. 9 to 12, 13 സാധാരണ ഇതിൽ ആൾക്കാർക്ക് കിട്ടാറുള്ളത്. പിന്നെ ഹൈവേയിലൊക്കെ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 14-15 വരെയൊക്കെ കിട്ടുമായിരിക്കും. ഇതെന്തായാലും അതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് ടാറ്റയുടെ നെക്സോണിൽ ഈ 2 അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, CNGയും അതുപോലെ ഇലക്ട്രിക്കലും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.